KGF-ലെ യശല്ലേ ഇത്. ഇന്ന് പുറത്തിറങ്ങി ടോക്സിക് ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും ആദ്യം തോന്നുന്നത് ഇതാണ്. ഒരു ഡാർക്കർ യശ്, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ്. അതിന് പിന്നിൽ നമ്മുടെ ഗീതു മോഹൻദാസ്. പക്ഷെ ട്രെയിലറിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ യശ് പറഞ്ഞിട്ടുണ്ട്. ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്പ്. പേരിൽ തന്നെ ഒരു വാണിംഗ് ഉണ്ട്. ട്രെയിലർ നോക്കുമ്പോൾ തന്നെ ഒരു ഡാർക്ക് ഗാങ്സ്റ്റർ വേൾഡ് ആണ് കാണുന്നത്. സ്റ്റൈലിഷ് വിഷ്വൽസ്, പീരീഡ് സെറ്റിംഗ്, വയലൻസ്, വലിയ ആക്ഷൻ സീക്വൻസസ്. പക്ഷെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് യശിന്റെ ട്രാൻസ്ഫോർമേഷൻ. KGF-ലെ റോക്കി ബൈ വൈബ് അല്ല, ഇവിടെ കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ക്യാരക്ടറാണ് കാണുന്നത്. ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി ഡയറക്ടർ ഗീതു മോഹൻദാസ്. ലയേഴ്സ് ഡൈസ്, മൂത്തോൻ പോലുള്ള സിനിമകളിലൂടെ നമ്മൾ കണ്ട ഗീതുവിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഗാങ്സ്റ്റർ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് ടോക്സിക്. അതുകൊണ്ട് ഇതൊരു യശ് മാസ് മൂവി മാത്രമായി കാണാൻ പറ്റില്ല. ഗീതു എന്താണ് ഈ വലിയ ക്യാൻവാസിൽ ചെയ്യാൻ പോകുന്നത് എന്നതാണ് റിയൽ ക്വസ്റ്റ്യൻ. ട്രെയിലറിൽ യശ് മാത്രമല്ല, നയൻതാര, കിയറ അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാരിയ, രുക്മിണി വസന്ത് എല്ലാവരുടെയും പ്രസൻസ് ശ്രദ്ധ നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലോഞ്ച് ഇവന്റിൽ യശും നയൻതാരയും കിയാരയെ കുറിച്ച് പ്രത്യേകം പ്രൈസ് ചെയ്തിരുന്നു. യശ് പറഞ്ഞു കിയാര ഈ വിഷന് പൂർണ്ണമായി സറണ്ടർ ചെയ്തു എന്ന്. പക്ഷെ പ്രസ് മീറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് പ്രൊഡ്യൂസർ വെങ്കത് കെ നാരായണ പറഞ്ഞ കാര്യമാണ്. യശിന്റെ വർക്ക് എത്തിക്സിനെ അദ്ദേഹം വളരെയധികം പ്രൈസ് ചെയ്തു. യശ് ഉള്ളപ്പോൾ എല്ലാം ശരിയായി പോകും എന്ന രീതിയിൽ തന്നെയാണ് പ്രൊഡ്യൂസർ സംസാരിച്ചത്. അതായത് ഈ സിനിമയിൽ യശിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം വലിയതാണെന്ന് തന്നെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ടോക്സിക് ഒരു യശ് മാസ് മൂവി മാത്രമാണോ, അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് പ്ലസ് യശ് കോമ്പിനേഷൻ കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗാങ്സ്റ്റർ എക്സ്പീരിയൻസ് വരുമോ? ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? യശിന്റെ ന്യൂ അവതാർ ഫയർ ആണോ അതോ ഓവർ ഹൈപ്ഡ് ആണോ? കമന്റ് ചെയ്യും. ടോക്സിക് തിയേറ്ററിൽ കാണുമോ?